നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വിപ്ലവ നേതാവിനെ സമരപുത്രനെ ഏറ്റുവാങ്ങി ജന്മനാട്. റെക്കോർഡ് ഉയരം കുറിച്ച് സ്വർണ്ണവില. പവന്റെ വില 75,000 കടന്നു. ഗ്രാമിന് 9,380 രൂപ. 2 ദിവസം കൊണ്ട് പവന് കൂടിയത് 1,600 രൂപ. നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നാളെ ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടനിലേക്ക്. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങളുടെയും തീരുവ ബ്രിട്ടൻ ഒഴിവാക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷ MP-മാർ. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. പ്രതിപക്ഷം സഭയിൽ ഗുണ്ടായിസവും അരാജകത്വവും നിലനിർത്തുകയാണ് എന്ന് ഭരണപക്ഷം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് നിരോധിക്കുകയാണെന്ന് കോൺഗ്രസ്. ഇന്ത്യ-ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റ് ഇന്നു മുതൽ മാഞ്ചസ്റ്ററിൽ. മത്സരം ഇന്ത്യക്ക് നിർണായകം. വെല്ലുവിളിയായി താരങ്ങളുടെ പരിക്ക്. മത്സരത്തിന് മഴ ഭീഷണി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ഠമിടറി മുദ്രാവാക്യം വിളിച്ച തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. സമയക്രമം പാലിക്കാൻ DC ഓഫീസിലെ പൊതുദർശന സമയം ചുരുക്കിയിട്ടുണ്ട്. തുടർന്ന് ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനമുണ്ടാകും. പിന്നീട് വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. സമരഭൂമിയിൽ PS അന്ത്യവിശ്രമം കൊള്ളും. വീട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ഠമിടറി അണികൾ ഉറക്കി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ മുദ്രാവാക്യങ്ങൾക്കിടയിൽ നിന്ന് ഇനി എപ്പോഴാകും BSനെ പൊതുദർശനത്തിനായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റാൻ പറ്റുക? അത് ശ്രമകരമായൊരു ദൗത്യം തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും കണ്ഠമിടറി മുദ്രാവാക്യം വിളിക്കുന്നു. അത് ഇടമുറിയാതെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നു. ഇല്ലായെങ്കിൽ ഭരിക്കുന്നില്ല, പ്രിയ സഖാവ് ഭരിക്കുന്നില്ല എന്ന കരളെ VS എന്ന മുദ്രാവാക്യം വിളികൾ മുഖരിതമാണ് വേലിക്കകത്ത് വീട്. ഇപ്പോഴും പൊതുദർശനം ആരംഭിച്ച ഏതാണ്ട് മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ പോലും ഒരു രീതിയിലുമുള്ള ഒരു കുറവ് ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ്. വലിയ ജനത്തിരക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ആളുകളെ, ജനങ്ങളെ ആകെ തന്നെ നിയന്ത്രിക്കുവാൻ ഈ ചുവപ്പ് സേന അംഗങ്ങളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം തന്നെ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നു. വലിയ ശ്രമകരമായ ജോലിയാണ്. സൈഡ് സൂചിപ്പിച്ചത് തന്നെ വളരെ ശ്രമകരമായ ജോലിയാണ്. ഈ ആളുകളെല്ലാം മണിക്കൂറുകൾ കാത്തു നിന്നവരാണ്. ഇന്നലെ മുതൽ നിന്നവരുണ്ട്. ഇന്നലെ മുതൽ ഇവിടെ എത്തിയ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു നോക്ക് തങ്ങളുടെ പ്രിയ സഖാവിനെ കാണുവാൻ അവസരം ഒരുക്കേണ്ടത് കൂടിയുണ്ട്. നിലവിൽ CPM-ന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, CPM സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ VS-ന് അന്തിമോപചാരം അർപ്പിച്ച് ഇവിടുന്ന് മടങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇനി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉൾപ്പെടെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകും. എന്തായാലും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് അവരെല്ലാം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരെ ഒരു രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഈ VS-നെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ഒരു ക്രമീകരണം അവർക്ക് വേണ്ടി ഒരുക്കുവാൻ ഈ ചുവപ്പ് സേനാംഗങ്ങളും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം വളരെ ശ്രമകരമായ ജോലി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തിരക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്ര മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. മണിക്കൂറുകൾ ഇവിടെ VS-ന് വേണ്ടി കാത്തുനിന്ന ആളുകളാണ് അവസാനമായി VS-നെ കാണുവാൻ. അതായത് ഏറ്റവും പ്രിയപ്പെട്ട VS-ന്റെ ഇടത്തിൽ, VS-ന്റെ വീട്ടിൽ VS-നെ കാണുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച്, ആലപ്പുഴയെ സംബന്ധിച്ച്, ആലപ്പുഴയിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു തലം കൂടി സമ്മാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേലിക്കകത്ത് വീട്ടിൽ തങ്ങളുടെ പ്രിയ സഖാവ് എത്തുന്നത് അത്ര വൈകാരിക തലത്തിൽ ഇവർ മനസ്സിലാക്കുന്നതും അതോടൊപ്പം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നതും. അത് പ്രായഭേദമന്യേ കുരുന്നുകൾ ഉൾപ്പെടെ പുതിയ കാലഘട്ടത്തിന്റെ കുരുന്നുകൾ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ ഈ 80 ആണ്ട് തികയുന്ന VS-ന്റെ സമര ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്
ഈ മുദ്രാവാക്യം വിളികൾ ഇടമുറിയാതെ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൊണ്ട് കടഞ്ഞിരമ്പും പോലെ തീർച്ചയായും അജയ്നാഥ്, നമുക്കറിയാം ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ആ വേലിക്കകത്ത് വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു തിരക്ക് ആ വീട്ടിൽ മാത്രമല്ല വഴിനീളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ആളുകൾ ഇതുപോലെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ തടിച്ചുകൂടിയവരിൽ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അവർ ഇതുപോലെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉറക്കെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. ആ ആവേശത്തോടെ മുദ്രാവാക്യം ഉയർത്തുമ്പോഴും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റുവീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. വികാരനിർഭരമായ കാഴ്ച തന്നെയല്ലേ ശ്രീജിത്ത് കാണാൻ സാധിക്കുന്നത്? ശ്രീജ, വളരെ വികാരത്തോടു കൂടിയാണ് മുദ്രാവാക്യം വിളിച്ച VS അന്ത്യയാത്ര ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. VS ഒരു വികാരമാണ്, VSന്റെ വികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനൊരു എക്സ് മിലിറ്ററി ആണ്. എനിക്ക് VS എന്ന് പറഞ്ഞാൽ എനിക്ക് VS എന്നുള്ള ഒരു പുതിയ പേര് കൊടുക്കണം. വീരസൈനികൻ, കേരള വീരസൈനികൻ എന്നുള്ള പേര് കൊടുക്കണം. VS ഞങ്ങളുടെ മനസ്സിൽ എന്തും ജീവിച്ചിരിക്കും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ആര്യെന്ന് തന്നെയാണ് നമ്മുടെ യുഗപുരുഷനല്ലേ, അപ്പൊ അതനുസരിച്ചുള്ള വികാരം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് വന്നത് തന്നെ. ജീവന് തുല്യം ജയിക്കുന്നു. ഇഷ്ടമാണോ? VSനെ പോലൊരു നേതാവിന് അതാണ് ഞങ്ങളൊക്കെ VS എന്നുള്ളൊരു വികാരം രണ്ടക്ഷരം മാത്രമല്ല. VSനെ സംബന്ധിച്ചിടത്തോളം VS ഏറ്റവും ചെറിയ ഒരു തലമുറയിൽ നിന്ന് ഏറ്റവും കഴിഞ്ഞ 8 പതിറ്റാണ്ടിന് മുകളിലായുള്ള രാഷ്ട്രീയ ജീവിതം, പ്രത്യേകിച്ച് ഈ കണ്ട കാലം അത്രയും കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ ഭൂമികയിലും അത് ഏത് തരത്തിലുള്ള തൊഴിലാളി വർഗമാകട്ടെ, നെൽകർഷകരാകട്ടെ, ചുമട്ടുതൊഴിലാളികളാകട്ടെ, കയർത്തൊഴിലാളികളാകട്ടെ, അങ്ങ് ഏറ്റവും അടിസ്ഥാന വർഗത്തിലെ തൊഴിലാളികളെ തൊട്ട് IT മേഖലയിലെ തൊഴിലാളികളെയും നഴ്സിംഗ് മേഖലയിലെ തൊഴിലാളികളെയും വരെ ചേർത്ത് നിർത്തി ഈ തൊഴിലാളി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനും തൊഴിലാളികളുടെയും മാത്രമല്ല പ്രകൃതിയുടെയും പ്രത്യേകിച്ച് പരിസ്ഥിതി വിഷയങ്ങളിൽ VS എടുത്ത നിലപാടുകൾ കേരളം ഏറ്റവും ചർച്ച ചെയ്താണ്. അങ്ങനെ മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന വിഷയങ്ങളിൽ ഓരോ വ്യക്തിയുമായി അടുത്തിടപഴകുന്ന VS പുലർത്തിയ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ ആകർഷിക്കുകയും കഴിഞ്ഞ മണിക്കൂറുകളായി VSന് വേണ്ടി ഈ ജനത മുഴുവൻ ഒരേ ശബ്ദത്തിൽ കാത്തു നിൽക്കുകയും ചെയ്ത് ഏതാണ്ട് 20-24 മണിക്കൂറുകളായി ഈ ഒരു ജനസഞ്ചയം കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ ഒരു മതിൽ പോലെ ഉയർന്നു നിൽക്കുകയാണ്. ആ ഒരേ ഒരു വികാരമാണ് ഇവർ പങ്കുവെക്കുന്നത്. VS എന്നുള്ള രണ്ടക്ഷരം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു സഖാവ് എന്നുള്ള ഒരു വികാരം പങ്കുവെക്കുകയായിരുന്നു ഈ ജനസംഖ്യ മൊത്തം. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ ഒരേ ശബ്ദത്തിൽ പ്രത്യേകിച്ച് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആലപ്പുഴയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ മലബാറിൽ നിന്നും ഇപ്പോൾ പാലക്കാട് പോലുള്ള ജില്ലകളിൽ നിന്നും പ്രത്യേകിച്ച് എറണാകുളത്തിന് അപ്പുറമുള്ള ജില്ലകളിൽ നിന്നെല്ലാം ആണ് ആളുകൾ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഏത് തരത്തിലുള്ള വികാരമാണ് VS നിങ്ങളിലോട്ടുള്ളത്? VS എന്ത് തരം വികാരമാണ് നിങ്ങൾ? VS എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പം പ്രായം മുതലേ എൻ്റെ സ്വന്തമായി ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ്. എനിക്ക് 78 വയസ്സുണ്ട്. ഞാൻ 22ാമത്തെ വയസ്സ് പാർട്ടി സന്ദർശിച്ചപ്പോഴാണ് ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ പുന്നപ്പുറവയല സമരത്തിൻ്റെ നായകൻ, പാവപ്പെട്ടവൻ്റെ അത്താണി, ജീവിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ ഒരു അത്താണിയായിരുന്നു ആ സഖാവിൻ്റെ ഹൃദയത്തിൽ ഇന്ന് വരെ സൂക്ഷിച്ച ഒരു മഹാൻ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സഖാവ് VS സിന്ദാബാദ്. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ റോസാപ്പൂ. അതാണ് നമ്മുടെ VS. പ്രായത്തെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ളൊരു വികാരം മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഓരോ സഖാക്കും ഓരോ വ്യക്തിയും. ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വികാരങ്ങൾ, പലതരത്തിലുള്ള വികാരങ്ങൾ അടിസ്ഥാനപരമായ ആളുകൾക്ക് പലതും പങ്കുവെക്കാണ്. ഒരു നേരം കഞ്ഞു കുടിക്കാൻ വേണ്ടി പാടത്തും പരമ്പത്തും പണിയെടുത്ത പാവപ്പെട്ട കർഷകത്തൊഴിലാളികളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ധീരനായ വിപ്ലവകാരിയാണ് സഖാവ് VS. അധ്വാനിക്കുന്ന ജനകോടികളുടെ നേതാവാണ്. ഞങ്ങൾ പന്തളം നാട്ടിൽ നിന്ന് വരുവാണ്. ഈ ആഗസ്റ്റ് 2 വരുമ്പോൾ 52ാം വർഷം പന്തളത്ത് 12 ഔൺസ് റേഷന് വേണ്ടി
അന്നത്തെ ഭരണാധികാരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കരുണാകരന് കൂട്ടാളിക്കുമെതിരെ ഉജ്ജ്വലമായ സമരം നടത്തി 2 സഖാക്കൾ പന്തളത്തെ രക്തസാക്ഷികളായി. ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ വേണ്ടി 12 ഔൺസ് റേഷന് വേണ്ടി പന്തളത്തെ രക്തസാക്ഷികളായ സഖാക്കൾ ഭാനുവിൻ്റെയും നാരായണപിള്ളയുടെയും നാട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ പന്തളത്തെ സഖാവ് VS-നെ ഒരു നേരം കാണാൻ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച സഖാവ് VS-നെ ഒരു നേരത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പന്തളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉശരന്മാരായ ധീരന്മാരായ സഖാക്കൾ ആലപ്പുഴയുടെ വിപ്ലവ കേരളത്തിൻ്റെ വഴികാട്ടിയായ ആലപ്പുഴയുടെ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഞങ്ങളെ ആകെ നയിച്ച തേരാളിയെ കാണാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാർക്സ് തന്ന ചെങ്കൊടി, ലെനിൻ പിടിച്ച ചെങ്കൊടി ഞങ്ങൾ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഈ സുപ്രപതാക വാനോളം ഞങ്ങൾ ഉയർത്തിക്കാട്ടുമെന്ന് ഈ അവസരത്തെ പ്രഖ്യാപിക്കുന്നു. വികാരപരമായിട്ടാണ് VS-നെ ഓരോരുത്തരും മനസ്സിലോർക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള കയ്യൊപ്പുകൾ, വ്യത്യസ്ത രീതികൾ, ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഒരു അശരണർക്കും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ VS നൽകിയ കൈത്താങ്ങുകൾ നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങൾ 1923 തുടങ്ങിയ ജീവിതം, അത് പ്രത്യേകിച്ച് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വാങ്ങിയ ഒരു ആലപ്പുഴയിലെ ഒരു പാർട്ടി ഓഫീസ്, അതവിടെ പ്രസ്സാണ് പിന്നീട് പാർട്ടി ഓഫീസായി മാറിയത്. അങ്ങനെ VS-മായി വളരെ അഭേദ്യമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. നമുക്കറിയാം 1946 പുന്നപ്ര വയലാർ സമരം നടന്ന സമയത്ത് VS ഏറ്റവും യൗവനതീഷ്ണമായൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ P. കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് VS-നെ ഈ നേതൃത്വത്തിലെ നിരയിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത്. കമ്മ്യൂണിസത്തിലേക്ക് ആകർഷാക്കുന്ന അന്ന് തുടങ്ങിയ ഒരു വിപ്ലവ വീര്യം ഈ 100-ാം വയസ്സിലും 102-ാം വയസ്സിലും VS കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുന്നപ്ര വയലാർ മണ്ണിൽ പ്രത്യേകിച്ച് MN ഗോവിന്ദൻ നായരും TV തോമസും KR ഗൗരിയമ്മയും ഉൾപ്പെടെയുള്ള സമരസഖാക്കൾ അന്ത്യനിദ്ര കൊള്ളുന്ന ആ ഒരു വലിയ ചുടുകാട്ടിലേക്ക് തന്നെയാണ് VS-ന്റെ ഭൗതിക. തീർച്ചയായും ശ്രീജിത്ത്, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. കാരണം അവർക്കൊക്കെ VS എന്ന് പറയുന്നത് അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാൾ തന്നെയാണ്. ഞാൻ അൺഫിൽറ്റിലേക്ക് പോവുകയാണ്. അൺഫിൽറ്റ്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? കാരണം സമയക്രമം ഒക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. പുതുക്കിയ സമയക്രമം, അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ശ്രീജ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ഓഫീസിൽ DC ഓഫീസിൽ ഇപ്പോൾ നേതാക്കന്മാർ എല്ലാവരും എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ നേതാക്കന്മാരെല്ലാവരും എത്തിയിരുന്നു. അല്പസമയത്തിന് തന്നെ വിലാപയാത്ര ഇവിടെ എത്തുന്നു. ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തി. ഇവിടെ പൊതുദർശനത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കുകയും എല്ലാ നേതാക്കന്മാരും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് നിരയിൽ നിന്ന് UDF നിരയിൽ നിന്നൊക്കെ നേതാക്കന്മാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഉമാ തോമസ് ഇവിടെ എത്തി. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP എത്തിയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അല്പം മുമ്പാണ് വീട്ടിലേക്ക് വന്നത്. ഭൗതികദേഹം വെച്ചുകൊണ്ട് വിലാപയാത്രയോടൊപ്പം മുഖ്യമന്ത്രി അതിനോടൊപ്പം വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേലിക്കകത്ത് വീട്ടിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരും, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയോടൊപ്പം അനുഗമിക്കും. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പാർട്ടി ഓഫീസിൽ DC ഓഫീസിൽ VS-ന്റെ അവസാനമായി VS-ന് ഒന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാനമായി VS യാത്രാമൊഴി ഏൽപ്പിക്കാനായി ഈ വലിയൊരു ജനപ്രവാഹം എത്ര മണിക്കൂറുകളായി രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ജനപ്രവാഹത്തെ അകത്തേക്ക് കയറ്റിവിടാതിരിക്കാനായി വലിയ രീതിയിൽ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു പുന്നപ്ര. ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജനനായകൻ പുന്നപ്ര വയലാറിൻ്റെ വിപ്ലവ മണ്ണിൽ എത്തിച്ചേർന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. വീണ്ടും റെക്കോർഡ് ഉയരം കുറിച്ച് സ്വർണ്ണവില. സംസ്ഥാനത്ത് പവന്റെ വില 75,040 രൂപയായി. ഗ്രാമിന് 9,380 രൂപയാണ് വില. പവന്റെ വില 760 രൂപയാണ് ഇന്ന് കൂടിയത്. ഇന്നലെ 840 രൂപയും കൂടി. ഇതോടെ 2 ദിവസത്തിന്റെ 1,600 രൂപയാണ് വർദ്ധിച്ചത്. ജൂൺ 14 രേഖപ്പെടുത്തിയ 74,560 രൂപയാണ് ഇതിനു മുൻപത്തെ റെക്കോർഡ് നിലവാരം. ആഗോള വിപണിയിലെ വില വർധനവാണ് രാജ്യത്തെ വിപണിയിലും പ്രതിഫലിച്ചത്. പ്രതിപക്ഷ MP-മാരുടെ പ്രതിഷേധങ്ങൾക്കിടെ ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. പ്രതിപക്ഷ MP-മാർ സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷം സഭയിൽ ഗുണ്ടായിസവും അരാജകത്വവും നിലനിർത്തുകയാണ് എന്ന് ഭരണപക്ഷ MP-മാർ ആരോപിച്ചു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് നിരോധിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സമ്മതത്തോടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കണമെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെയും കുറിച്ചുള്ള ചർച്ചകൾ എപ്പോൾ നടക്കുമെന്ന് അറിയിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു.
ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നാളെ ഒപ്പുവയ്ക്കും. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കരാർ ഒപ്പുവയ്ക്കുന്നത്. ഇതോടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുന്ന 90% ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ കുറയ്ക്കും. 10 വർഷത്തിനുള്ളിൽ ഇതിൽ 85% ഇനങ്ങളും ഡ്യൂട്ടി ഫ്രീ ആക്കും. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. 3 വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഈ വർഷം മെയ് 6-നാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായത്. 2030 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. അംഗീകാരം ലഭിച്ചതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2023-24 കാലയളവിൽ $55 ബില്യൺ എത്തിയിരുന്നു. 1000-ഓളം ഇന്ത്യൻ കമ്പനികളാണ് UK-യിൽ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ 1 ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. $20 ബില്യൺ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെയുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം സ്കോച്ച് വിസ്കിയുടെ താരിഫ് 150% നിന്ന് 75% കുറയും. അടുത്ത ദശകത്തോടെ ഇത് 40% കുറയുമെന്ന പ്രതീക്ഷയും ബ്രിട്ടീഷ് സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ എന്നിവയുടെ നികുതിയിൽ 90%-ഓളവും ഇളവ് ലഭിക്കും. ഇന്ത്യയും UK-യും തമ്മിലുള്ള വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും ഓട്ടോമോട്ടീവ് വ്യവസായത്തിനും ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാമറുമായി മോദി ചർച്ച നടത്തും. വ്യാപാരം, ഊർജം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഉറപ്പാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിനിടയിലാണ് ഇന്ത്യയുടെയും UK-യുടെയും കരാറെന്നത് ശ്രദ്ധേയമാണ്. 2014 അധികാരമേറ്റ ശേഷം മോദിയുടെ 4ാമത്തെ UK സന്ദർശനമാണ് ഇത്തവണത്തേത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം കൊറ്റംകര സ്വദേശിനി വിഭജികയുടെ ഇൻക്വസ്റ്റ് നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുന്നു. തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തും. വിഭജികയുടെ സഹോദരൻ വിനോദ് മോർച്ചറിയിലെത്തി. വിഭജികയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജ അൽനാദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം. ഭർത്താവ് നിധീഷിന്റെയും ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് വിഭജിക ജീവൻ ഒടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ജൂലൈ 25, 26 തീയതികളിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശമുണ്ട്. കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ 2ാം ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചി വിജിലൻസ് ഓഫീസിലാണ് ഹാജരായത്. കഴിഞ്ഞ ദിവസം ശേഖർ കുമാറിനെ 6 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ശേഖർ കുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വിജിലൻസ് SP S ശശിധരൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി V മനു പ്രസാദിനെയും മഹിളാ മോർച്ച അധ്യക്ഷയായി നവ്യ ഹരിദാസിനെയും നിയമിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചത്. M പ്രേമൻ മാസ്റ്ററാണ് OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ. ഷാജുമോൻ വട്ടേക്കാട് SC മോർച്ച സംസ്ഥാന അധ്യക്ഷനായി. ST മോർച്ച സംസ്ഥാന അധ്യക്ഷനായി മുകുന്ദൻ പള്ളിയറയാണ് നിയമിച്ചിരിക്കുന്നത്. മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി സുമിത് ജോർജിനെയും കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഷാജി രാഘവനെയും നിയമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരം നെല്ലിമൂട് കണ്ണറവിള കൃഷ്ണഗാഥയിൽ G ബാലകൃഷ്ണൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. അമൃത ന്യൂസിലെ സീനിയർ സബ് എഡിറ്റർ അഖില V കൃഷ്ണൻ മകളാണ്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് മാറനല്ലൂർ ശ്മശാനത്തിൽ നടത്തും.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാകും. ഓഗസ്റ്റ് 7 വരെ പട്ടികയിൽ പേര് ചേർക്കാം. 2025 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. കൊച്ചി പുക്കാട്ടുപടി KMEA എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് വൻ കഞ്ചാവ് വേട്ട. ബൈക്കിലും സ്കൂട്ടറിലുമായി കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയ ബംഗാൾ സ്വദേശികളായ ഷംസുദ്ദീൻ മുല്ല, അനറുൾ ഇസ്ലാം എന്നിവർ അറസ്റ്റിലായി. നാട്ടിൽ നിന്ന് കിലോയ്ക്ക് 2000 രൂപ നിരക്കിൽ 17 കിലോ കഞ്ചാവാണ് ഇവർ കേരളത്തിലെത്തിച്ചത്. ഇത് കിലോയ്ക്ക് 25,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇരുവരും കുറച്ചു നാളുകളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അഭിദാസിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘവും ഷാഡോ ടീം അംഗങ്ങളും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ഓഡി കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. മുക്കത്തിനടുത്ത് കുളങ്ങരയിലാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റും വീടിന്റെ ചുറ്റുമതിലും തകർത്തു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ സ്ത്രീ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ത്യ-ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റ് ഇന്ന് മാഞ്ചസ്റ്ററിൽ നടക്കും. വൈകിട്ട് 3:30 മുതലാണ് മത്സരം. പരമ്പര 1-2 പിന്നിലാണ് ഇന്ത്യ. ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയും പരിക്കുകളും ഇന്ത്യൻ ടീമിന് തിരിച്ചടിയാണ്. ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. സ്പിന്നർ ലിയാം ഡോസൻ ഇംഗ്ലണ്ട് ടീമിൽ തിരിച്ചെത്തിയപ്പോൾ ഷോയിഖ് ബഷീർ പരിക്ക് മൂലം പുറത്തായി. മാഞ്ചസ്റ്ററിൽ പിച്ചിൽ ഇതുവരെ ഇന്ത്യക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4ാം ടെസ്റ്റ് തോറ്റാൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും. VS അച്യുതാനന്ദൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തത്സമയം തുടരും.